എന്താണ് വിശേഷം എന്ന് ചോദിക്കണ്ട, തിയേറ്റർ മൂവിയാണ് വിശേഷം. റിലീസ് ഇപ്പൊ പ്രിവ്യൂ ഇന്നലെ കഴിഞ്ഞു. നോർമലി ഞാൻ ഇതിനു മുമ്പ് ചാനൽ ഷോസിലും ഇതിലൊക്കെ നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഷോസും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. സിനിമകൾ എൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് വരുന്നത്. കിട്ടുന്ന ചാൻസിനനുസരിച്ച് സിനിമ ചെയ്യാറുള്ളത്. ഞങ്ങൾ ഇത്രയും നാളും കണ്ടതിൽ നിന്നും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ശരിക്കും അത് തന്നെയാണോ ഈ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാനുണ്ടായിരുന്നത്? ചിലപ്പോ എന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഇനിയും ബെസ്റ്റ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. ബാക്കി പടങ്ങളിലൊക്കെ ഈ ഇടയ്ക്ക് പോയി ഞാൻ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പൊ അങ്ങനെയൊക്കെ പോയി വന്നൊക്കെ ചെയ്യുമ്പോ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതാണോ അതാണോ ഇങ്ങനെയാണോ ഡയലോഗ് പറയേണ്ടത്. അപ്പൊ ഇത് കഴിഞ്ഞ് ഷോർട്ട് ഷൂട്ടിന് പോകുന്ന സമയത്തോ ബ്രാൻഡിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ആലോചിക്കുക, അയ്യോ ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ഡയലോഗ് ഡെലിവറി അടിപൊളിയായിരുന്നേ. അടിപൊളിയല്ല മീൻസ് കുറച്ചും കൂടി നന്നായിരുന്നല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഇത് ഞാൻ ലിറ്ററലി ഞാൻ ഒരു 5 ദിവസം മുമ്പേ ലൊക്കേഷനിൽ എത്തി ഷൂട്ട് കഴിയുന്ന വരെ എനിക്കില്ലാത്ത ദിവസം ഉള്ള ദിവസമൊക്കെ ഞാൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് പടം പാക്കപ്പ് ആവുന്നവരെ. 1000 ബേബീസിൽ എൻ്റെ പോർഷൻസിന്റെ സമയത്തുണ്ടായിരുന്നുള്ളൂ. തിയേറ്റർ മൂവിയില് ത്രൂ ഔട്ട് 5 ദിവസം മുമ്പേ അവിടെ പോയി. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇതിന്റെ ടീം 1 മാസം മുമ്പേ അവിടെ പോയി ഇവിടുത്തെ ഏരിയയും പരിപാടികളൊക്കെ ആയിട്ട് അവരുടെ പ്രീ വർക്കുകൾ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അവിടെ പോയി. എനിക്കറിയായിരുന്നു ഒരു പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ ഞാൻ എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി അവര് നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി ഉണ്ട്. ത്രൂ ഔട്ട് ക്യാരക്ടറാ. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാന്ന് അറിയത്തില്ലായിരുന്നു. കാരണം റിമ ചേച്ചിയുടെ സ്റ്റോറിയാണ്, അമ്മയും മോളും തമ്മിലുള്ള ബോണ്ടും പരിപാടികളും. അപ്പൊ ഇവരുടെ ഷൂട്ടൊക്കെ നടക്കുമ്പോൾ ഞാനുണ്ട്. പക്ഷെ ഇതിലൊക്കെ കൂടെ ഞാനും എന്റെയും ബാക്ക്ഗ്രൗണ്ടിൽ എന്റെ കൂടെ തന്നെ എടുത്തെടുത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആണോ, എങ്ങനെയാണ് പടം കഴിയുമ്പോഴാണല്ലോ കൂടുതലും ഇതാവുക. അപ്പൊ ഞാനും ആക്ച്വലി പ്രിവ്യൂ കണ്ടപ്പോഴാണ് എന്റെ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറാണ്. എനിക്കും ഇത്രയും പേടിയുണ്ടായിരുന്നു. അപ്പൊ ഭാഗ്യത്തിന് എന്റെ അധികം കട്ടൊന്നും വന്നിട്ടില്ല.